ഓപ്പൺ ആയിരിക്കുന്നു. തെറ്റായ ഇൻഫർമേഷൻ ആണ്. നമുക്ക് കെയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സ്ട്രാസ്ബർഗിന്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുള്ളത് ജർമ്മനിയിലല്ല, ഇന്ന് ഞങ്ങളുള്ളത് ഫ്രാൻസിലാണ്. ഇന്ന് ഞങ്ങളുള്ളത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഓൾമോസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 40 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ജർമ്മനിയുടെ ബോർഡർ ഇത് ചെയ്യുന്നതാണ്. അതെ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 40 മിനിറ്റ് ഉള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വന്നതാണ് ഇവിടെ. അതിലൂടെ ഇവിടുത്തെ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ സിറ്റിയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കണ്ട സിറ്റി ടൂർ നടക്കുവാണ്. കനാലിലൂടെ ഉള്ള സിറ്റി ടൂറാണ്. നമ്മളൊരു ആംസ്റ്റർഡാം വൈബൊക്കെ, പക്ഷെ അത്രയും ഇല്ല എന്നാലും. ഞങ്ങൾ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു കോഫിയോ സംതിങ് അങ്ങനെ എന്തെങ്കിലും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നോക്കി, പിന്നെ അത് കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ ജസ്റ്റ് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടുത്തെ സിറ്റി കുറെ ഷോപ്പിങ്ങിന്റെ സംഭവം ഉണ്ട്. പറ്റുമെങ്കിൽ അതിലൊക്കെ ഒന്ന് കയറുക. പറ്റുമെങ്കിൽ നിന്റെ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വെച്ച് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. ഞങ്ങളുടെ ചുമ്മാ ഇന്നൊരു ഡേ ഇങ്ങനെ ഇരുന്നപ്പം ചുമ്മാ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയ ചെറിയൊരു വീഡിയോ. ഇവിടെ മരത്തിന്റെ തണലിൽ നിൽക്കുന്നതുകൊണ്ടാണ് മുഖത്ത് ഈ ഒരു വട്ടം. അപ്പം ബാക്കി കാര്യങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പൊ ആദ്യം ഞങ്ങൾ ഒരു കോഫി കുടിക്കട്ടെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിറ്റി ടൂർ സർവീസാണ്. നമുക്കാണെങ്കിൽ ഈ ബോട്ടിൽ അവിടെ കാണുന്ന ഗൈഡുമാരുണ്ട്. ഇവരുടെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൽ കയറി ഇങ്ങനെ ഇവിടെ മുഴുവൻ ഈ സ്ട്രാസ്ബർഗ് സിറ്റിയുടെ ഔട്ടറിൽ കൂടി അല്ല ഇൻട്രി കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ. ഇൻട്രി കൂടി തന്നെ ഞങ്ങൾ കയറിയിട്ടില്ല. ഇതുവഴി നമുക്ക് ഇങ്ങനെ പോയി അത് തന്നെ കനാൽ ടൂർ ചെയ്യാൻ പറ്റും. നമുക്ക് കറങ്ങി അടിച്ച് ഇങ്ങനെ വരാൻ പറ്റും. കുറേ ആൾക്കാർ കണ്ട കയറിയിട്ടുണ്ട് അതിന്. കറക്റ്റ്. അതെ, പക്ഷെ ഇങ്ങനത്തെ ബോട്ടുകളെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനത്രയും വലുപ്പമേ ഉള്ളൂ ആ സാധനത്തിന്, ആ ബ്രിഡ്ജിന്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ തൊടാൻ പറ്റും. നീ വെള്ളത്തിൽ തൊടുവോ? അതെന്താ? അപ്പോൾ വേണ്ട, മേളിൽ നിന്ന് ഞാൻ നേരത്തെ ഇവിടെ ആയിരുന്നു നിന്നത്. നമ്മൾ ഇൻട്രോ എടുത്തത് അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ വേണ്ട താഴോട്ട് വന്നു. അതുകൊണ്ട് ഇതാണ് ബോട്ട്, ഇതാണ് സിറ്റി ടൂറിൻ്റെ ബോട്ട്. അപ്പോൾ വേണ്ട വേറെയും കുറേ ബോട്ടുകളുണ്ട്. വേറെയും കുറേ ആൾക്കാർ അവിടെ ബോട്ടിൽ കയറാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പം 4 ഉള്ളൂ. ആൾക്കാരെല്ലാം ഇതിനകത്ത് പോകുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ദിവസം വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ചെയ്യാം. നമുക്ക് 40 മിനിറ്റ് അല്ലേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അതെ, ആൾക്കാരൊക്കെ വന്നതാണ്ട് ഇവിടെ നിന്ന് ഒരു ഐസ് ക്രീം ഏതാണ്ടൊക്കെ കുടിച്ച് ചില്ല് ചെയ്തോണ്ടൊക്കെ ഇരിക്കും. അത് അവിടോട്ട് കാണിക്കേ. അപ്പം നിങ്ങൾ ഈ കാണുന്നത് സ്ട്രാസ്ബർഗിലെ കത്തീഡ്രലാണ്. ഈ കത്തീഡ്രലിന് ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ചരിത്രമൊന്നും എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. പക്ഷേ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വർഷത്തോളം ഈ ചർച്ചായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. ChatGPT പറഞ്ഞതാണ്, സത്യമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കത്തീഡ്രലിന്റെ ഫ്രണ്ടിൽ എത്തി. അടുത്ത കോഫി കുടിക്കാൻ മാത്രം പറ്റിയിട്ടില്ല. അതെ, ഇനി പള്ളി ഉണ്ട്, കുറച്ച് പ്രാർത്ഥിച്ചിട്ടാവാം. അപ്പോൾ ഇനി കത്തീഡ്രലിന്റെ ഒരു ഷോട്ട് കാണിക്കാം. വേറെ ലെവലാണ്. സുവനീർസ് വേണമെങ്കിൽ ഇതാണ്ട് ഇവിടെ സുവനീർ കടയൊക്കെ ഉണ്ട്. നമുക്ക് സുവനീർ വാങ്ങിച്ചോണ്ട് വരാൻ പറ്റും. ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചത് ഇപ്പോഴത്തെ എനിക്ക് 3ാമത്തെ തവണ ഞാൻ ഈ കത്തീഡ്രൽ കാണാൻ പറ്റുന്നത്. അതെ, നമ്മൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു കൺട്രി പോയി കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യമാണ് അവിടുന്ന് ഈ സുവനീറുകൾ വാങ്ങുക. അതായത് ഓരോ കൺട്രിയുടെ, അത് സുവനീറല്ല, ഓരോ കൺട്രിയുടെ സുവനീറുകൾ ഇങ്ങനെ വാങ്ങും. അത് നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കും, എവിടെയെങ്കിലും ഇങ്ങനെ വെക്കും. അതൊന്ന് അതെ, പോയ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ്. കണ്ടോ, ഇതിപ്പോൾ ഈ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളതാണ്. കണ്ടോ, ഇപ്പം നമ്മൾ വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജിൻ്റെ മേലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും.
അതായത് നമ്മൾ പിന്നീട് എപ്പോഴേലും കാണുമ്പം പണ്ട് പോയ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ നമുക്ക് അയവിറക്കാം. അതാണ് ഈ സുവനീറുകളുടെ. അതെ, അപ്പോൾ ഇനി ബാക്കി മുന്നോട്ട് നടക്കട്ടെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് മുന്നോട്ട് വന്നപ്പോഴാണ് നാണ്ട് ഈ സാധനം കാണുന്നത്. ചേംബറെ ഡെ കൊമേഴ്സോ എറ്റ് ഇൻഡസ്ട്രിയ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ, ഇത് ശരിക്കും ഒരു കൊമേഴ്സ് റിലേറ്റഡ് ഇൻഡസ്ട്രി ആണ്. ഇവിടുത്തെ സ്മോൾ ബിസിനസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് തുറന്നിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ ഒരു സംഭവം ഇത്. ഓ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലുക്കാണോ ഇത്? എന്തൊരു ലുക്കാ അല്ലേ? ഇപ്പം നമ്മൾ സ്ട്രാസ്ബർഗ് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. പക്ഷെ നമ്മൾ വിൻ്റർ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല, അത് വേറൊരു എക്സ്പീരിയൻസ് അല്ലേ? അങ്ങനെയല്ല, നമ്മളാണെങ്കിൽ ഏകദേശം ഒരു ഡിസംബർ ടൈമിൽ വരുവാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ടോട്ടൽ വെച്ച് കഴിയുമ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു കുറേ എന്താ ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് നമ്മുടെ സ്ട്രാസ്ബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ല, ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പറയാൻ വന്നത് വേറൊരു രീതി പറയാൻ വന്നത്, ഞാനത് വേറൊരു രീതി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ആ ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത് താണ്ട് ഇവിടാണ്. ആ ക്രിസ്മസ് മാർക്കറ്റും ആ ക്രിസ്മസ് ട്രീയും വരുന്നത് എൻ്റെ ബൈക്കിലാണ്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതേലത്തെ നമ്മുടെ ഒരു ടെമ്പററി സെറ്റപ്പുള്ള കടകളും, ഈ സൈഡ് നോക്കിയാൽ അല്ലാതുള്ള പെർമനൻ്റ് ആയിട്ടുള്ള മീൻസ് നോർമലായിട്ടുള്ള തുണിക്കടകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ സൈഡ് കൂടുതൽ ഈ ഡ്രോയിങ്സ്, ബുക്കുകൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച്. എടി, നീ താണ്ട് ഇത് കണ്ടോ? എന്തുവാ എടി, താണ്ട ഒരു ചാക്കിനകത്ത് താണ്ട അവർ ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? കഫേസ് ടു ബ്രസീൽ. നോക്ക്, അതാ ചാക്ക് സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ അവർ നോക്കുക. അതാണ് എന്തൊക്കെ ടെക്നോളജി അല്ലേ? അതെ, ടെക്നോളജി വല്ലാത്ത ഇത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ ടേബിളിൽ എത്തി. ഞാൻ ഓർഡർ ചെയ്ത ബട്ടർ ക്രോയിസൻറ്റും പിന്നെ ഒരു ലാറ്റെ മഹിയാറ്റുമാണ്. ബട്ടർ ക്രോയിസൻ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ലാറ്റെ മഹിയാറ്റോ, ഇതാണ് ലാറ്റെ മഹിയാറ്റോ. പിന്നെ അവൾ ഓർഡർ ചെയ്ത ബ്രെഡും ജാമും. ഇപ്പം ബ്രെഡിനകത്ത് ജാമ് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാമിനകത്ത് ബ്രെഡ് മുക്കി കഴിച്ചുകൊണ്ടിരിക്കുകയോ. അതിൻ്റെ കൂടെ ഒരു കാപ്പി. ഇത് ക്യാപ്പച്ചീനോ, ഇത് ജാമ്, അത് ബ്രെഡ്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കൊള്ളാം. അപ്പോൾ എന്നാൽ ബാക്കി കഴിക്കട്ടെ. എടി, നീ ഇത്ര നേരം ഇത് കഴിച്ചു. നിനക്ക് നമ്മുടെ ദോശ സാമ്പാറുമാണോ ഇഷ്ടം, അതോ ഇതാണോ ഇഷ്ടപ്പെട്ടെ? ദോശ സാമ്പാറും കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 കഴിക്കാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇത്ര കഴിക്കാൻ പറ്റത്തുള്ളൂ, നാളെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ദോശ സാമ്പാറും തന്നെ ബെസ്റ്റ്. നമ്മൾ യൂറോപ്പിൽ എവിടെ വന്നു കഴിഞ്ഞാലും നമ്മൾ കാണുന്നൊരു സംഭവമാണ് ഈ സംഭവം. ഇതെന്താ? പണ്ടിട്ടതായിരുന്നു, മറ്റേ മാർത്താണ്ഡം പാലത്തിൽ. ഇതിന്റെ സംഭവം എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞോടോ. അവര് ഇത് താക്കോലിട്ട് കഴിഞ്ഞാല് എന്താ, നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻഫിനിറ്റി ആണെന്ന് പറയുന്നത്. അതായത് ഒരിക്കലും തീരത്തില്ലെന്നാണ് പറയുന്നത്. അതായത് അവിടെ നിന്ന് വാങ്ങിച്ച് ഈ ലോക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ റിലേഷൻ സക്സസ് ആയിരിക്കും അല്ലേ? ഇത് എവിടെ ഓൾറെഡി സക്സസ്ഫുൾ ആയതുകൊണ്ട് അതെ, പ്രത്യേകിച്ച് വേണ്ട. അതെ, ഇതിപ്പോൾ യൂറോപ്പിൽ എവിടെ പോയാലും ഇത് കോമൺ ആണ്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു മനസ്സിലായോ? ഇല്ല. ഓക്കെ. ഇവിടെ മറ്റേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഏതാണെന്ന് മനസ്സിലായോ സെറ്റപ്പ്? മറ്റേ എന്തോ ഒരു കനാലുണ്ടല്ലോ, സൂയിസ് കനാലല്ല, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ അതേ സെറ്റപ്പ്. അതുകൊണ്ട് അവിടെ ബോട്ട് വരുന്നു, അപ്പം വെള്ളം അവിടെ നിറയുന്നു, അത് താഴുന്നു, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. വല്ല ബോട്ട് വല്ലതും വരുവാണെങ്കിൽ കാണിക്കുക. അപ്പം ഗൈസ്, അതിനകത്തൊരു ബോട്ട് വന്ന് കിടപ്പുണ്ട് അതിനകത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ വെള്ളം അത് തുറക്കും, അവിടുത്തെ ആ ഗേറ്റ് തുറക്കും. ഗേറ്റ് തുറക്കുമ്പോഴത്തേക്ക് വെള്ളം അങ്ങോട്ട് ഫ്ലോ ആവും. ആ വെള്ളം ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ആ ബോട്ട് മേളിലോട്ട് പോകും. ഞാൻ അടുത്തോട്ട് പോയി കാണിക്കാം. കണ്ടില്ലേ, ഇപ്പം ഈ ബോട്ട് അവിടെ വന്നിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ?
ഇപ്പം ഇത് കൂടുന്നുണ്ടോ? വെള്ളം നട്ട് അതിൽ മേളിലോട്ട് അപ്പാവുന്നുണ്ട്, മേളിലോട്ട് വെള്ളം കയറി വരുന്നുണ്ട്. ഈ സൈഡും അവർ ക്ലോസ് ചെയ്തു, അപ്പുറത്തെ സൈഡ് അവിടെ വശവും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കയറുമ്പം ഇതിങ്ങനെ പൊങ്ങും. എന്നിട്ട് ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ലെവലിലേക്ക് ആ ഭാഗവും എത്തും. എന്നിട്ട് ഈ ബോട്ടിന് പിന്നെ സുഖമായിട്ട് മുന്നോട്ട് പോകാം. അതാണ് ഇവിടുത്തെ ഒരു പ്രോസസ്സ് നടക്കുന്ന ഇതാണ്. അങ്ങനെ അവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ലെവലും ഓൾമോസ്റ്റ് സെയിം ആയി. വിചാരിക്കും വെള്ളച്ചാട്ടമാണ്, ശരിക്കും അല്ല, ഇത് എവിടുന്നൊക്കെയോ ഒഴുകി വരുന്ന വെള്ളമാണ്. അല്ല, ഞാൻ വിചാരിച്ചില്ലല്ലോ വെള്ളച്ചാട്ടം. ഞാൻ വിചാരിച്ചാണ് അങ്ങനെ. ഗൈസ്, നിങ്ങൾ താഴെ കമന്റ് ചെയ്യും, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വെള്ളച്ചാട്ടമാണ്. എല്ലാവരും പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് എല്ലാ വീഡിയോയിലും, സ്ട്രാസ്ബർഗ് ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റും എന്നുള്ളത്. അതായത് നമ്മുടെ ഡോച്ച്ലാൻഡ്, ജർമ്മനിയിൽ നിന്ന് സ്ട്രാസ്ബർഗിലോട്ട് ഫ്രീ ആയിട്ട് വരാൻ പറ്റും, നമ്മുടെ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് തന്നെ യൂസ് ചെയ്ത് വരാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഇൻഫർമേഷനാണ്. നമുക്ക് കെയിൽ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സ്ട്രാസ്ബർഗിൻ്റെ ബോർഡർ വരുന്നത്, ജർമ്മനിയുടെ ബോർഡർ വരുന്നത്. സ്ട്രാസ്ബർഗിലോട്ട് കയറാൻ നേരം അവിടുന്ന് നമ്മൾ €5 ഒരു 10 സെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടുന്ന് അടുത്ത ട്രെയിനിൽ കയറി ബോർഡർ ക്രോസ് ചെയ്ത് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഒരിക്കലും ഡോച്ച്ലാൻഡ് ടിക്കറ്റിൽ നമുക്ക് വരാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് വരാൻ പറ്റും, അത് ട്രാം യൂസ് ചെയ്യുവാന്ന്. അതും സാറ്റർഡേ, സൺഡേ, പബ്ലിക് ഹോളിഡേ, ഈ 3 ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ നമുക്ക്. അതും ഡി ട്രാം എന്ന് പറയുന്ന ട്രാം എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ 3 ദിവസങ്ങളിൽ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് യൂസ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ട്രെയിൻ ഏത് ദിവസമാണെങ്കിൽ പോലും നമ്മൾ ടിക്കറ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ആ ഇൻഫർമേഷൻ നോക്കി ആരും തെറ്റായിട്ട് ഫ്രീ ആന്ന് പറഞ്ഞ് കയറരുത്. കയറി കഴിഞ്ഞാൽ നമുക്ക് ചക്കർ വരും, ഫൈനാവും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്ട്രാസ്ബർഗ് വരുമ്പോൾ ജർമ്മനി ബോർഡർ ചെയ്യുന്ന ടിക്കറ്റ് എടുത്ത് തന്നെ ഇങ്ങോട്ട് വരിക. ട്രാം എടുത്തു കഴിഞ്ഞാൽ സാറ്റർഡേ, സൺഡേ, പിന്നെ പബ്ലിക് ഹോളിഡേ, അതും ട്രാം ഇതെടുത്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റും ഡോച്ച്ലാൻഡ് ടിക്കറ്റിൽ. അപ്പോൾ സാറ്റർഡേ, സൺഡേ, ഫ്രൈഡേ, ഈ 3 സാറ്റർഡേ, സൺഡേ, ഹോളിഡേ, ഈ 3 പബ്ലിക് ഹോളിഡേ, ഈ 3 ഇത് വന്നു കഴിഞ്ഞാലും ഡി ട്രാമിൽ ടിക്കറ്റ് എടുക്കാൻ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ച് നമുക്ക് വരാൻ പറ്റും. അല്ലാതെ നമുക്ക് ഓരോ ഓപ്ഷനും ഇല്ല. അത്രേ ഉള്ളൂ. അടുത്തൊരു ബോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബോട്ട് അങ്ങോട്ട് പോകുന്നു, മറ്റേ നമ്മൾ മുമ്പേ പറഞ്ഞ സ്ഥലത്തോട്ട് അവിടെ പോകുന്നു. വെള്ളം ഇതേ ലെവലാവുന്നു, ബോട്ട് മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ ബോട്ടിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ സ്ട്രാസ്ബർഗൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് കറങ്ങി, നല്ലോണം കറങ്ങി. ട്രാം തെറ്റിപ്പോയിട്ട് ഇപ്പം അടുത്ത ട്രാം കയറി തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ജർമ്മനിയുടെ ബോർഡറിൽ കാറിട്ടിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല അട്രാക്റ്റീവായിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു സാധനം കണ്ടു, അത് കാണിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്ട്രാസ്ബർഗ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലല്ല, ജർമ്മനി കാലുകുത്തി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഞങ്ങൾക്ക് ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ട്രാമിനായിരുന്നു പോയത്. അപ്പോൾ ഇനി കാർ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കുഞ്ഞു വീഡിയോ ആണ്. ഇതൊക്കെയാണ് സ്ട്രാസ്ബർഗിലെ ഒരു ഡേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. കുറേ സംഭവങ്ങളുണ്ട്. ആ പള്ളി പോയിട്ടുള്ള ഇതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയില്ല. നമ്മൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയതാണ്. അതായത് ആ പള്ളിക്കകത്തൊക്കെ പോകാമായിരുന്നു, പക്ഷെ ഞങ്ങൾ പള്ളിക്കകത്തോടൊന്നും കയറിയില്ല. ഞങ്ങളെ ചുമ്മാ അല്ല കറങ്ങിയായിരുന്നു. പള്ളിക്കകത്ത് ഞങ്ങൾ 2-3 തവണ കയറിയിട്ടുണ്ട്. പിന്നെ അവിടെ അത്യാവശ്യം തിരക്കുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പം ബാക്കി വീഡിയോസുമായിട്ട് ഇനി മുന്നോട്ട് കാണാം. അപ്പം ബൈ.